അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു അടിപൊളി മഷ്റൂം പെപ്പർ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു മഷ്റൂമിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മഷ്റൂം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ പാക്കറ്റിലെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കറക്റ്റായി നോക്കുക. 2 സബോള വേണം, കൂടാതെ ഒരു 20-25 കൊച്ചുള്ളി, ചുമന്നുള്ളിയും എടുക്കണം. മഷ്റൂം നന്നായിട്ട് മുറിച്ചെടുക്കുക. സബോള പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. ചുവന്നുള്ളി 2ആയി മുറിച്ചാൽ മതി. ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സബോള ഇട്ട് വഴറ്റിയെടുക്കുക. അതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുക. സബോള വഴറ്റുമ്പോൾ അതിൽ അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി അരിഞ്ഞതും 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റുക. നന്നായി അത് വഴന്ന ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല ഒക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ പൊടികളൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറി കിട്ടും. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് ഒന്നുകൂടി അത് ആ പച്ചമണം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ തവയിലെ ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഇളക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഏതെങ്കിലും ഐറ്റംസൊക്കെ പച്ച ടേസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മഷ്റൂം പീസസ് ആഡ് ചെയ്യുക. അത് നന്നായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇതെല്ലാം മസാലയെല്ലാം അതിൽ പ്രോപ്പറായിട്ട് പിടിച്ചാലേ അതിനൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ ആ പൊടികളൊന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ലേശം ചൂടുവെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ആക്ച്വലി മഷ്റൂമിനകത്ത് ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം മഷ്റൂം ജസ്റ്റ് ഇട്ട ശേഷം നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളത്തിൻ്റെ ഇത് കാണാം. നമുക്ക് അതിനകത്ത് പാകത്തിൽ വെള്ളം ആ മഷ്റൂമിലെ വെള്ളത്തിനകത്ത് കിടന്ന് അത് പാകത്തിന് വെന്തോളും. അടച്ചു വെച്ച് തന്നെ നന്നായിട്ട് പാകമാക്കി എടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അതിനകത്തെ വെള്ളം വറ്റിപ്പോകുന്നുണ്ടോ, അങ്ങനെ തുറന്ന് നോക്കണം. ഇതിലേക്കാണ് നമ്മൾ പെപ്പർ ആഡ് ചെയ്യുന്നത്. ആ പെപ്പറിൻ്റെ അളവ് നമ്മുടെ ആ എരിവിൻ്റെ ആ ഒരു കണക്കനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ചിലർക്ക് ഒരുപാട് എരിവാണ് ഇഷ്ടം, ചിലർക്ക് എരിവ് കുറവ് മതി. അപ്പോൾ ആ ഒരു പാകത്തിനങ്ങ് ആഡ് ചെയ്തുകൊണ്ടാൽ മതി. അപ്പോൾ ഇതിനെ ഒരു സെമി ഗ്രേവി പരുവത്തിനങ്ങനെ ആക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല റെഡിയാണ്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ഐറ്റമാണ്. ഇതാണ് എൻ്റെ മഷ്റൂം പെപ്പർ മസാല പ്രിപ്പറേഷൻ സ്റ്റൈല്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ തന്നാൽ നന്നായിരിക്കും. ഇനി ചപ്പാത്തിയും മഷ്റൂം പെപ്പർ മസാലയും കൂടി അങ്ങോട്ട് കഴിക്കുക.